കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാർ ഇല്ലാതായിട്ട് 2 വർഷമാകുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ 9 സർവകലാശാലകളിലും താൽക്കാലിക വിസിമാരാണ് ഉള്ളത്. സർവകലാശാലകളുടെ പ്രവർത്തനത്തിനൊപ്പം വിദ്യാർത്ഥികളുടെ നിരവധി ഫയലുകളുടെ നീക്കവും സ്ഥിരം വൈസ് ചാൻസലർ ഇല്ലാത്തത് കാരണം പ്രതിസന്ധിയിലാണ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന MS രാജശ്രീയെ നീക്കം ചെയ്തുകൊണ്ടുള്ള സുപ്രീം കോടതി വിധിക്ക് പിന്നാലെയുള്ള അന്നത്തെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് സംസ്ഥാനത്തെ ഭൂരിപക്ഷം സർവകലാശാലകളിലെയും താൽക്കാലിക വൈസ് ചാൻസലർമാർ. സംസ്ഥാനത്ത് ആകെയുള്ളത് 14 സർവകലാശാലകളാണ്. ഇതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ 9 സർവകലാശാലകളുണ്ട്. ഈ 9ലും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് ഉള്ളത്. ഇതിനു പുറമെ ഡിജിറ്റൽ, ഫിഷറീസ് എന്നീ സർവകലാശാലകളിലും താൽക്കാലിക വിസിമാരാണ്. ഈ സാഹചര്യം സംസ്ഥാനത്തുണ്ടായിട്ട് 1-2 മാസമല്ല, മറിച്ച് 2 വർഷമാകുന്നു. ആരോഗ്യം, വെറ്റിനറി, കലാമണ്ഡലം, കാർഷികം എന്നീ സർവകലാശാലകളിൽ മാത്രമാണ് സ്ഥിരം വൈസ് ചാൻസലർമാർ ഉള്ളത്. VC നിയമനവുമായി ബന്ധപ്പെട്ട ബില്ല് നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ അത് പാസാക്കാതെ പിടിച്ചുവച്ചു. തുടർന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചു. സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായ ഗവർണറുടെ ഈ നടപടി കാരണം സംസ്ഥാന സർക്കാരിന് VCമാരെ തെരഞ്ഞെടുക്കുന്ന സെർച്ച് കമ്മിറ്റിയിലേക്ക് ആളെ ശുപാർശ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. പൂർണ്ണസമയ സർവകലാശാല ഓഫീസറാകേണ്ട VCക്ക് പകരമാകില്ല താൽക്കാലിക VC. സ്ഥിരം VC ഇല്ലാത്ത കാരണം സർവകലാശാലകളുടെ പ്രവർത്തനത്തിനൊപ്പം വിദ്യാർത്ഥികളുടെ നിരവധി ഫയലുകളുടെ നീക്കവും പ്രതിസന്ധിയിലാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവിന്റെ കേന്ദ്രങ്ങൾ ആകാൻ മുന്നേറുന്ന സർവകലാശാലകളെയാണ് ഇത്തരം നീക്കങ്ങളിലൂടെ ചാൻസലർ കൂടിയായ ഗവർണർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഷീജ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.